ഭ്രാന്താണ്, ഭ്രാന്ത്. ഒരുതരം കളവ്, മറ്റൊരു ഭ്രാന്ത്. ആ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്ന്. അവിടെ പഴയ ക്ഷേത്രത്തിലുള്ളതുപോലെ ബലിയോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശത്രു സംഹാര പൂജയൊന്നും തളിപ്പറമ്പിലില്ല. അത് വർഗീയതയാണ്, വേറെ എന്ത് പറയാനാണ്. തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ ഗാന്ധിയെ പറ്റി പറഞ്ഞില്ലേ, ഗാന്ധിയെ വീണ്ടും കൊല്ലുകയായിരുന്നു നരേന്ദ്രമോദി എങ്കിൽ ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം അങ്ങനെയുള്ളൊരു ക്ഷേത്രമല്ല. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ക്ഷേത്രം. എല്ലാം ഞാൻ പറഞ്ഞില്ലല്ലോ, എല്ലാത്തിനും കൂട്ടിയില്ല ഇത് കുട്ടി പെടുത്തുക. അല്ലെങ്കിൽ പറ, നിങ്ങൾ അതിൻ്റെ വസ്തുത പറഞ്ഞാലും ഞാൻ മാറ്റിക്കളയാം. ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ എന്ത് പദം ഉപയോഗിക്കുക? പറഞ്ഞോ, പറയാണെങ്കിൽ ആ പദം ഞാൻ ഉപയോഗിച്ചോളാം, എനിക്കെന്ത് വിഷമം. ഭ്രാന്ത് എന്നല്ലാതെ എന്ത് പദമാണ് ഉപയോഗിക്കുക? പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂര് എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത്. പെരിഞ്ചല്ലൂര് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു. ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തളിപ്പറമ്പ്. അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള തോന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയുക, എന്ത് പദപ്രയോഗം വേണം? പിന്നെ സുധാകരൻ പറയട്ടെ, എന്നാലും സുധാകരൻ അറിയുന്നതാണല്ലോ. അപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്തേതാ കളവാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന രീതിയിലുള്ള കളവ് പറഞ്ഞാൽ ആ കളവിന് വേറെന്താ പേര് പറയുക? രണ്ട് കമ്പനി, ഒരു കമ്പനി ഇവിടെ, മറ്റൊരു കമ്പനി വിദേശത്ത്. ആ കമ്പനി ഈ കമ്പനി നമ്മൾ യാതൊരു ബന്ധമില്ലാതെ വ്യക്തമാക്കപ്പെട്ടാൽ അതിന് കളവ് എന്നല്ലാണ്ട് വേറെന്താ പറയുക? അത് ആഘോഷിക്കാൻ മനോരമ പോലുള്ള പത്രങ്ങൾ കളവാണ്. ആ പദം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ വേണമെങ്കിൽ ആ പദം മാറ്റി ആ പദം ഉപയോഗിക്കാം. എനിക്കതിൽ ഇന്ന പദം ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. അവിടെ ഞാൻ അനുയോജ്യമായ രണ്ട് പദം ഉപയോഗിച്ചു. ഒന്ന് കളവ് എന്ന് ഉപയോഗിച്ചു, മറ്റൊന്ന് ഭ്രാന്ത് എന്ന് ഉപയോഗിച്ചു. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിനപ്പുറം പറയേണ്ടതാണ്.